പരീക്ഷയുടെ കാലമാണ്. ഈ സമയം ഞാൻ ഓർക്കുക, ഒരു മാസികയിൽ മുമ്പെങ്ങോ വായിച്ച ഒരു വൈദികന്റെ കുറിപ്പാണ്. അപ്പൊ അച്ഛൻ പുതുതായിട്ട് ഒരു ഇടവകയിൽ ചാർജ് എടുത്തു. അതിനുശേഷം ഭവന സന്ദർശനമാണ്. അങ്ങനെ അച്ഛൻ ഒരു വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥിനിയുണ്ട്. അച്ഛൻ അവളുമായി പെട്ടെന്ന് കൂട്ടായി. അപ്പോൾ ശേഷം അച്ഛൻ ഈ പെൺകുട്ടിയുടെ പഠന റൂമിലേക്ക് കയറി. അപ്പോ അച്ഛന് വളരെ കൗതുകമായ ഒരു വസ്തുത തോന്നിയത്, അവിടെ രണ്ട് കസേര ക്രമീകരിച്ചിരിക്കുന്നു. അതിൽ ഒരു കസേരക്ക് വളരെ പ്രത്യേകതയുണ്ട്. വളരെ ഭംഗിയായി സൂക്ഷിച്ച ഒരു കസേര. അപ്പോൾ അച്ഛന് അതിന് കൗതുകം തോന്നിയപ്പോൾ അച്ഛൻ പെട്ടെന്ന് ആ കസേരയിലേക്ക് ഇരുന്നു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ എഴുതുകയാണ്. പെട്ടെന്ന് ഈ പെൺകുട്ടി സ്വഭാവം മാറി. അവള് പെട്ടെന്ന് ഷൗട്ട് ചെയ്തിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എത്രയും പെട്ടെന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. അച്ഛന് വളരെ വിഷമമായി പോയി. കാരണം ഒരച്ഛനോട് ഒരു വിദ്യാർത്ഥിനി, ഒരു പെൺകുട്ടി പറയുകയാണ്. അച്ഛനൊരിക്കലും ഇങ്ങനെ ഒരു പെരുമാറ്റം ഇതുവരെ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ പെൺകുട്ടിയുടെ അപ്പൻ അച്ഛനോട് സോറി പറഞ്ഞു. എന്നിട്ട് ഈ അപ്പൻ അച്ഛനോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ മകള് പഠിക്കാൻ വളരെ പിന്നോട്ടായിരുന്നു. അങ്ങനെ ഇവള് 4ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങള് ഇവിടെയും കൊണ്ടൊരു ധ്യാനത്തിന് പോയി. അവിടെ വെച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു വരം എൻ്റെ മകൾക്ക് കിട്ടി. ശേഷം ഇവൾ പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷമേ പഠിക്കാൻ തുടങ്ങൂ. ഇവൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ തുടങ്ങി. പിന്നീട് പരിശുദ്ധാത്മാവും എൻ്റെ മകളും തമ്മിൽ നല്ലൊരു കൂട്ടായി. ഇവൾ പറയുന്നത് പരിശുദ്ധാത്മാവ് എന്നും എൻ്റെ കൂടെ വസിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവളുടെ പഠന റൂമിൽ ഇവൾ പറയുന്നു, ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് പരിശുദ്ധാത്മാവ് വന്നിരുന്നിട്ട് എന്നെ സഹായിക്കും, എല്ലാം ക്രമീകരിക്കും. അപ്പോ ആ പരിശുദ്ധാത്മാവ് ഇരിക്കാൻ വേണ്ടി എൻ്റെ മകള് മാറ്റിവെച്ച കസേരയിലാണ് അച്ഛൻ വന്നിരുന്നത്. ആ കസേര ഒന്ന് തൊടാൻ പോലും എൻ്റെ മകൾ സമ്മതിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കും പഠിക്കണം. പഠിച്ച് ഉന്നത മാർക്ക് വാങ്ങിയിട്ട് ജീവിതത്തിൽ വിജയിക്കണം. നമ്മുടെ ആഗ്രഹം അതാണ്. മാതാപിതാക്കന്മാരുടെ ആഗ്രഹവും തങ്ങളുടെ മക്കള് പഠിച്ച് മിടുക്കന്മാരായി ജീവിതത്തിൽ വിജയിക്കാനാണ്. ഇങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ, അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, നല്ല രീതിയിൽ പഠിക്കാൻ ഒന്നാമതായിട്ട് വേണ്ടത് നമ്മൾ പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ദൈവത്തിന്റെ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് വിഷയവും എത്ര വിഷമമുള്ള, എത്ര കഠിനമായ വിഷയവും പാഠഭാഗങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചോദ്യപേപ്പർ കിട്ടിയ ഉടൻ തന്നെ ആ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കൊണ്ട് വന്ന് നിറയാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാനുള്ളത്, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളെ പൂർണ്ണമായിട്ടും തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. ഇപ്പൊ നാളെ പരീക്ഷ മാത്സ് ആണെങ്കിൽ, എൻ്റെ ഈശോയെ, ആ മാത്സ് എന്ന പരീക്ഷയെ ഞാനിതാ എന്നോടൊപ്പം നിന്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഇങ്ങനെയൊരു പ്രാർത്ഥന, ഇങ്ങനെയൊരു പ്രതിഷ്ഠ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ വിഷയം നല്ല രീതിയിൽ പഠിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നമുക്ക് പറ്റും. നമുക്ക് ഏത് പിന്നോട്ടുള്ള വിഷയത്തിലും നമ്മൾ അതിൽ ആകുലപ്പെടേണ്ട. അതിന് ഏറ്റവും നല്ലൊരു ടിപ്സ് ഉണ്ട്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ
ജീവിക്കുന്ന തിരുവചനത്തിന്റെ യോഗ്യത തേടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. എൻ്റെ ഈശോയെ, എനിക്ക് ഇന്ന വിഷയം, ചിലപ്പോൾ അത് ഉദാഹരണം സയൻസ് ബയോളജി ആവാം. എൻ്റെ ഈശോയെ, ഈ ബയോളജി പഠിക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നെക്കൊണ്ട് ഇത് പറ്റുന്നില്ല തമ്പുരാനെ. പക്ഷേ ഞാൻ ഉറപ്പിക്കുന്നു, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എനിക്ക് സാധിക്കില്ല, എന്നാൽ ഈശോയെ അങ്ങ് വന്ന് നിറഞ്ഞാൽ ഞാൻ ഇത് പൂർണ്ണമായിട്ടും പഠിക്കും, അങ്ങേക്ക് എന്നെ പഠിപ്പിക്കാൻ സാധിക്കും. ഈ രീതിയിലൊരു പ്രാർത്ഥന നമ്മൾ രൂപപ്പെടുത്തണം. ഇനി നമുക്കറിയാം, നമുക്ക് ഒരുപാട് ടെൻഷനുണ്ട്, ആകുലതയുണ്ട്. ഈ ആകുലതയിലും നമ്മൾ ആഗ്രഹിക്കുക നല്ലൊരു വിജയം വരിക്കാനാണ്, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാനാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 37-ാം തിരുവാക്യം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. ഈ ജീവിക്കുന്ന തിരുവാക്യത്തിന്റെ യോഗ്യതകളാൽ എൻ്റെ ഈശോയെ, എന്നെ നീ വിജയത്തിലേക്ക് നടത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ടെൻഷൻ വർദ്ധിച്ചാൽ നമുക്ക് തലവേദന വരും, ഛർദി വരും. പിന്നെ പരീക്ഷ ടെൻഷൻ വന്നാൽ ഭക്ഷണത്തോട് താല്പര്യം കുറയും. അപ്പോൾ നമ്മൾ ഉറക്കം നഷ്ടപ്പെടും. ഈ സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ ശ്വാസം ഒന്ന് മുകളിലേക്ക് എടുക്കണം, കണ്ണുകൾ അടക്കണം. എന്നിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം തിരുവാക്യം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവരെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പതുക്കെ ശ്വാസം വിടണം. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ ആ ടെൻഷനും നിങ്ങളുടെ ആ തലവേദനയും എല്ലാം മാറിക്കിട്ടും. ഇങ്ങനെയൊക്കെ നമ്മൾ ശീലമാക്കണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ഇടവക പള്ളിയിലും അതോടെ തന്നെ ധ്യാന കേന്ദ്രങ്ങളിലും മറ്റു കൂട്ടായ്മകളിലൊക്കെ പ്രത്യേക പ്രാർത്ഥന ഉണ്ടാകും കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്. ആ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കണം. ആത്മാർത്ഥതയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അച്ഛൻ പേനയും ബുക്കുമൊക്കെ വെഞ്ചരിച്ച് തരുമ്പോൾ അത് വലിയൊരു വിശ്വാസത്തോടെ നമ്മൾ അതിൽ പങ്കെടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തണം. അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനക്ക് പോകണം. ഈ സമയത്തൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ പഠിക്കുന്ന സ്ഥാപനത്തിലെത്തൂ. അതുകൊണ്ട് തന്നെ അതൊക്കെ നേരത്തെ ക്രമീകരിച്ച് പരീക്ഷ തുടങ്ങുന്നതിന്റെ ഒരു ദിവസം മുമ്പെങ്കിലും നമ്മൾ വിശുദ്ധ കുർബാനക്ക് പോയിട്ട് വിശുദ്ധ കുർബാന ആശീർവദിക്കുന്ന സമയത്ത് നമ്മുടെ പഠനത്തെയും നമ്മുടെ ആ വിദ്യാലയത്തെയും പരീക്ഷയും എല്ലാം കർത്താവിലേക്ക് പ്രതിഷ്ഠിക്കണം. തീർച്ചയായിട്ടും ഈശോ എല്ലാ മക്കളിലും ഇടപെടും. ഈ പരീക്ഷയിൽ നിങ്ങളായിരിക്കും ഏറ്റവും ടോപ്പ് സ്കോറർ. സ്തുതിയായിരിക്കട്ടെ.